ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിമവാന്റെ മടിത്തട്ടിൽ ഉറങ്ങുന്ന ശാന്തസുന്ദരമായ മഞ്ഞുമൂടിയ മണാലി എന്ന സ്വർഗ്ഗഭൂമിയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. അതിഗംഭീരമാണ് ഈ എയർപോർട്ട് കേട്ടോ. 2024 കണക്ക് പ്രകാരം ഇത് ഏഷ്യയിലെ 1ാമത്തെയും വേൾഡിലെ 10ാമത്തെയും ബിസിയസ്റ്റ് എയർപോർട്ടാണ്. ഡൽഹിയിൽ നിന്ന് റോഡ് മാർഗമായിരുന്നു മണാലിയിലേക്കുള്ള യാത്ര. ഏകദേശം 580 കിലോമീറ്റർ യാത്രയുണ്ട്. അകലെ ഹിമാചൽ പ്രദേശിൽ കുളു താഴ്വരയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് മണാലി സ്ഥിതി ചെയ്യുന്നത്. ഒരു 14-15 മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട്. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഡൽഹി, ചണ്ഡീഗഡ്, ബിലാസ്പൂർ, മാണ്ഡി, കുളു, ദെൻ മണാലി. ഇതാണ് റൂട്ട്. ഡൽഹിയിൽ നിന്ന് മണാലിക്ക് ബൈ റോഡ് തന്നെയാണ് നല്ലത് കേട്ടോ. ബൈ എയർ ആണെങ്കിൽ ഭുന്തർ എയർപോർട്ടിൽ ഇറങ്ങണം. റെയിൽവേ സ്റ്റേഷൻ അങ്ങ് ദൂരെയാണ്, 320 കിലോമീറ്റർ ദൂരെയാണ്. ഇതുകൂടാതെ എന്നും വൈകിട്ട് ഡൽഹിയിൽ നിന്ന് മണാലിക്ക് ബസ് സർവീസും ഉണ്ട്. ഏകദേശം 800 രൂപ മുതൽ വോൾവോ ബസ്സിന് ചാർജ് ആകും. മോർണിംഗ് മണാലിയിൽ എത്തിച്ചേരാം. ലാൻഡ് സ്ലൈഡുകളുടെ നാടാണ് ഹിമാചൽ. ഓരോ മലയടിവാരത്തും മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. മണ്ണിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. ലൂസ് സ്ട്രക്ചറാണ്. മണ്ണുകൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ പാറകഷ്ണങ്ങൾ. ഇതിലെങ്ങനെ കൺസ്ട്രക്ഷൻ നടത്തുന്നു എന്ന് നമുക്ക് അതിശയം തോന്നും. എല്ലായിടത്തും മണ്ണിടിഞ്ഞു വീണ് കിടക്കുകയാണ്. മാണ്ഡി മുതൽ അങ്ങോട്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ. പഞ്ചാബിൽ നിന്ന് ഉത്ഭവിക്കുന്ന 5 നദികളിലൊന്നായ ബിയാസ് നദിയുടെ അരിയിലൂടെയാണ് യാത്ര. കണ്ടോ, റിവറിലെ വെള്ളം പച്ച നിറത്തിൽ. ഇത് സൾഫറിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ വെള്ളത്തിന് ഈ നിറം എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ത്വക്ക് രോഗത്തിനൊക്കെ നല്ല ശാന്തിയാണെന്ന് പറയുന്നു ഇതിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ പുഴയുടെ അരികിൽ ലാൻഡ് സ്ലൈഡിലൂടെ ഒഴുകിയെത്തുന്ന പാറക്കഷ്ണങ്ങൾക്ക് ഒത്തിരി കാണാം. ഒഴുകി അവ നല്ല ഉരുളൻ പാറയായിരിക്കുന്നു. ഈ ബിയാസ് നദി രൗദ്രഭാവം പൂണ്ട് ഒഴുകുന്നത് മഴക്കാലത്താണ്. ഇപ്പോൾ ഇതിൽ വെള്ളമില്ല. ഇവിടെ ഒരു ഡാം ഞങ്ങൾ കണ്ടു. പോണ്ട ഡാം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ റിസർവോയറാണിത്. ഇവിടെയും വെള്ളം കുറവാണ്. മഴക്കാലം അല്ലല്ലോ, മഴക്കാലത്താണ് റിസർവോയറിലൊക്കെ വെള്ളം നിറയുന്നത്.
ചണ്ഡീഗഡ് മുതൽ മണാലിക്ക് 4 വരി ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുരങ്കങ്ങളും അതൊക്കെ നമുക്ക് കാണാം. അപ്പുറവും ഇപ്പുറമൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന അതിൻ്റെ പാറക്കല്ലുകൾ. അതുകൊണ്ട് കുറച്ച് ദൂരം വഴി ഭയങ്കര മോശമായിരുന്നു. ടണലുകൾ ഇവിടെ പണ്ട് മുതലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ട്രാവൽ ടൈമും ട്രാവൽ ഡിസ്റ്റൻസും ഒക്കെ കുറയ്ക്കാൻ പുതിയ പുതിയ ടണലുകളും റോഡുകളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിലാസ്പൂർ മുതൽ കുളുവിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. തലയെടുപ്പോടെ നിൽക്കുന്ന മലനിരകൾ, താഴ്വരയിലെ ഹിമാചൽ ശൈലിയിലെ വീടുകൾ കാഴ്ചയും കണ്ടു പോകാൻ ഒത്തിരി രസമാണ് കേട്ടോ. പ്രൗഢിയോടെ നിൽക്കുന്ന ഹിമാലയൻ മലനിരകളുടെ താഴ്വരയിൽ ശാന്തസുന്ദരമായ ഒരു സ്വർഗഭൂമി. സഞ്ചാരികളുടെ പറുദീസയായ മണാലി വടക്കേ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രം. ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന ഈ വിസ്മയ ഭൂമി കാണാൻ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നു. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടാനും ഏറെ സാധ്യതകളാണ് ഇവിടെ. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടിയാണ് മണാലി. മാർച്ച് മാസം മുതൽ ഒക്ടോബർ വരെയാണ് മണാലി ഇവിടെ സന്ദർശിക്കാൻ, യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല സമയം. ഒക്ടോബർ മുതൽ രാത്രിയും രാവിലെയും നല്ല തണുപ്പാണ്. ഡിസംബർ ആയാൽ മഞ്ഞുവീഴ്ചയും തുടങ്ങും. അങ്ങനെ 14 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ താമസിക്കാൻ റൂം ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലെത്തി. ഹയർ റീജൻസി ഓപ്പോസിറ്റായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ആപ്പിൾ ട്രീസിൻ്റെ ഓർക്കാഡ്. ദൂരെ ഹിമവാന്റെ തൂവെള്ള മഞ്ഞിൻ കിരീടം ചൂടിയ മലനിരകൾ. ഹയർ റീജൻസി അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ താമസവും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല, അത് ജീവനക്കാരുടെ പെരുമാറ്റമൊക്കെ വളരെ നല്ലതായിരുന്നു. ഇതിവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള അടിപൊളി വ്യൂ ആണ്. മഞ്ഞിൻ കിരീടം ചൂടി നിൽക്കുന്ന ഹിമാലയ മലനിരകളും പൂത്തുലഞ്ഞു നിൽക്കുന്ന ആപ്പിൾ ഓർച്ചാർഡും ഹിമാചൽ ശൈലിയിൽ പണിത വീടുകളും ആസ്വദിക്കാൻ ഏറെയുണ്ട്. നീണ്ട യാത്ര കഴിഞ്ഞ് എത്തിയതല്ലേ, ഒന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് വേണം ടൗൺ വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.